വിമുക്തി മിഷൻ മാതൃകാപരമായിട്ടുള്ള നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 9,000-ഓളം വിദ്യാർത്ഥികളെ ലഹരി കെണിയിൽ നിന്ന് മോചിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും അനുഭവം പങ്കുവച്ചത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, SPC ഇവരെല്ലാം ഉൾപ്പെടുത്തി കൃത്യമായ തുടർ പരിശോധനയോടെയുള്ള സംവിധാനം ഫലപ്രദമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഏകോപിപ്പിക്കാനും സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായി, ജില്ലാതലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധ്യക്ഷരായി, അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികൾ അധ്യക്ഷരായി, വാർഡ് തലത്തിലും സ്കൂൾ തലത്തിലും PTA, മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങി ജനപ്രതിനിധികൾ എല്ലാവരും അടങ്ങുന്ന സമിതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും അതില്ല, കേരളത്തിൽ മാത്രമാണുള്ളത്. ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സംസ്ഥാന തലം മുതൽ വാർഡ് തലവും സ്കൂൾ തലവും വരെ ഇത്തരത്തിലുള്ള സമിതികൾ പ്രവർത്തിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. അവരുടെ തന്നെ സജീവമായിട്ടുള്ള ഇടപെടലുണ്ട്. അധ്യാപകരെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ യോദ്ധാവ് എന്ന ഒരു പദ്ധതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.